ക്യാരക്ടറിനെ ഞാനിതിനകത്ത് ഇത് ഒരു അസോസിയേറ്റ് ഡയറക്ടറിന്റെ ഒരു റോളാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറിന്റെ ഇതായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ 2 റോള് നമുക്ക് വരും. സിനിമയ്ക്ക് 2 ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ടൈമിൽ ചെയ്യേണ്ട ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തൊരു ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നായകന്മാർ അല്ലെങ്കിൽ നടന്മാർ, നടിമാർ, ഡയറക്ടർ അങ്ങനെയില്ല. ഒരാളുടെ റോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ക്രൂവിലേക്ക് അയാൾ കയറും, അടുത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിന്നിട്ടാണ്. കാരണം അത്രയും എല്ലാവരും ഒരുമിച്ച്. ഇപ്പോൾ ഈ എന്താണ് ജയനാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരാൾ എന്തെങ്കിലും സാധനം മിസ്സായി പോയിട്ടെന്ന് പറഞ്ഞാൽ ജയൻ ആദ്യം ഓടും. അടുത്ത് ഞങ്ങളുടെ ക്യാമ്പിൽ പോയി വേണം സാധനം എടുക്കാനല്ല, അപ്പൊ ഓടും, സാധനം എടുത്തിട്ട് വരും. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തേക്കുന്ന ദിബിനാണ്. കാരണം എന്താ പറയുക, ദിബിന്റെ തല എത്ര പ്രാവശ്യം മുട്ടടിച്ചെന്ന് പറയാം. ഇത് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഷോട്ടിന്റെ ഇത് വന്നുകൊണ്ട് നമ്മൾ രണ്ടാമതും കൂടി റീഷൂട്ട് ചെയ്തായിരുന്നു. റീഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുടിയെല്ലാം വന്നിട്ട് പിന്നെ 2ാമത് മുട്ടടിക്കേണ്ടി വരും. ഇതുണ്ട് ആ കോലം കണ്ടോ, നമ്മുടെ പോസ്റ്ററിലെ കോലം കണ്ടോ, അതുപോലെയായിരുന്നു ദിബിനുണ്ട്. ഇപ്പോഴത്തെ കോലം നോക്കി നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസറാണ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് കേട്ടോ. കാരണം ജോർജ് ഏട്ടൻ നമുക്ക് തന്ന സപ്പോർട്ട് ചെറുതല്ല. കാരണം സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഷൂട്ട് തന്നെ നടക്കണ ഞാൻ ഒരു ജീപ്പ് മേളിൽ നടന്ന് കയറാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. മൂപ്പര് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി ജോർജ് ഏട്ടൻ വണ്ടിയും വിളിച്ച് അവിടെ വരുമായിരുന്നു. നമ്മുടെ സെറ്റിൽ വന്നിട്ട് നമ്മളെല്ലാം കണ്ട് എല്ലാവർക്കും അതിന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ സാധനങ്ങൾ വന്ന് കഴിച്ചിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇത് പാക്കപ്പ് പാർട്ടിയും ഭയങ്കര അടിപൊളിയായിട്ടാണ് നടത്തിയത്. ഇയാളെ ബർത്ത്ഡേ ആഘോഷിച്ചായിരുന്നു നമ്മള്. അങ്ങനെ ഇതുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളുടെ ഇതിന്റെ ഇല്ലാതെ മെയിൻ ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പു എന്ന് പറഞ്ഞിട്ട്. അപ്പു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പും ഞാനുമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടി വളർത്തിയ ആൾക്കാർ. കാരണം ഡയറക്ടറിന് ഭയങ്കര നിർബന്ധമായിരുന്നു മുടി ഒരേ ക്യാരക്ടറുള്ള പല പല രീതിയിലായിരിക്കണുള്ള ആൾക്കാർ. അപ്പോൾ മുടി വളർത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കിപ്പോൾ കറക്റ്റ് ഇപ്പോൾ നമ്മൾ 1 വർഷം 1.5 വർഷമായി വളർത്തിയിട്ട്. അതുപോലെ അപ്പൂവിൻ്റെ എന്നിട്ട് ഈ സംഭവം 2ാമത് ഇത് വന്നു, മുടി വെട്ടാത്തതുകൊണ്ട് മാത്രം നമുക്ക് 2ാമതൊരു ഇത് എടുക്കേണ്ടി വന്നതാണ്. വന്നപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഇടയ്ക്കൊരു ഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ പോയെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഇതുപോലെ തന്നെ മുടി ഉള്ളത് കൊണ്ടല്ല, അല്ലാതെ ആൾക്കാർക്ക് ചില ആൾക്കാരെയൊക്കെ നമ്മൾ ആംബിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിലും മുടി വളർത്തിയിട്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആളുടെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ പ്രേതങ്ങളുടെ ഒരു കൂട്ടം എന്നാണ്. അപ്പൊ ശരിക്കും സിനിമയിലെ പ്രേതങ്ങളുടെ കൂട്ടം തന്നെയാണോ? പ്രേതങ്ങളുടെ കൂട്ടമാണോന്ന് ചോദിച്ചാൽ പ്രേതങ്ങൾ അതായത് പ്രേതം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അതാണ് സിനിമ. പക്ഷെ സസ്പെൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് ഇപ്പൊ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അത് പോകും. നിങ്ങളത് ഡയറക്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ കാണണം മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരെല്ലാരും കൊണ്ടേ കാണിക്കണം. കാരണം അത്രയും കഷ്ടപ്പെട്ട് എടുത്തൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും കണ്ടാൽ മാത്രമേ അതിനൊരു റിവ്യൂ കിട്ടുള്ളൂ. ഈ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ പ്രേതങ്ങളുടെ കൂട്ടം എന്നാണല്ലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ പ്രേതങ്ങളെ വിശ്വാസം ഉണ്ടോ? അബ്രാമിനെ ഞങ്ങൾ കുറെ പേടിപ്പിക്കാനും നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ റൂമിലേക്കൊക്കെ പോണ വഴിക്കൊക്കെ ഞങ്ങൾ സൈഡിൽ കൂടി കല്ലൊക്കെ എടുത്തെറിയും, പേടിക്കും. ശരിക്കും നിങ്ങക്ക് റിയൽ ലൈഫിൽ പേടിയുണ്ടോ പ്രേതം എന്ന് പറയുന്നത്? എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ വിശ്വാസം, ദൈവത്തിൽ ഏകദൈവം എന്ന് പറഞ്ഞ സംഭവ വിശ്വാസം. പിന്നെ ലൊക്കേഷനിൽ വെച്ചിട്ട് അല്ല, ശരിക്കും സത്യം പറഞ്ഞിട്ടല്ല, അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, അതെല്ലാരും കണ്ടിട്ടുണ്ട്. ആ ലൊക്കേഷനിൽ അങ്ങനെ ഒരു സംഭവം, എന്തോ ഒരു സംഭവം ഉണ്ട്. അതെ, ഇത് ലൊക്കേഷനിൽ ഒരു ചായക്കട ഉണ്ട്, അവിടെ പ്രോപ്പറായിട്ടുള്ള ചായക്കട. ഞങ്ങളവിടെ ഒരു ദിവസം അല്ലേ നമ്മൾ അടിക്കാൻ വേണ്ടിയപ്പോ ആ ചായക്കടയിൽ അവരിന്ന് ഇങ്ങനെ പറയണു, ഇതിനു മുമ്പ് ഒരു ടീം ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു ആണും പെണ്ണും അല്ലേ അവരെന്തോ സ്നേഹിച്ചിട്ടൊക്കെ വന്നിട്ട് വീട്ടുകാർ കല്യാണം നടത്തും. അപ്പൊ അവിടെ പക്കത്തുനിന്ന് ചാടി എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓരോ കഥകളൊക്കെ അവിടെ ഞങ്ങളടുത്തല്ല പറയണത്. ആ കടയിൽ ചായ കുടിച്ചിട്ട് ഇങ്ങനെ വേറൊരു ചാട്ടിൻ്റെ അടുത്ത് ആ ചായക്കടക്കാരെ സംസാരിക്കാം, ഞങ്ങൾ സിനിമക്കാർ ഇങ്ങനെ സിനിമ വന്നേക്കണെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണ്ടവര്. ആ ചേച്ചി രാത്രി അതുപോലെ ഒരു ആംബിയൻസ് കണ്ടതായിട്ട് പറയുന്നു. അതുപോലെ കുറെ പേര് ഈ അഭിരാമി തന്നെ 2 പ്രാവശ്യം പേടിച്ചു ഓടിയിട്ടുണ്ട്.
അതിന് ഈ ചേച്ചി ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ അറിയണത് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ്. എനിക്കിത് പണ്ടേ തൊട്ട് ഇപ്പൊ പുറത്തോട്ട് പോകണമെങ്കിൽ രാത്രി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് പോകണമെങ്കിൽ അമ്മനെയും കൂട്ടിയാ പോകണം. അമ്മക്ക് അതറിയാം. എന്നിട്ട് അമ്മ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ആ സംഭവം പറയണത്. എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വശത്തേക്ക് പോകില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞില്ല അമ്മ. പിന്നെ സെറ്റിൽ പോയപ്പോ ടെൻഷനായോ? ഇല്ല, ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഷൂട്ട് എല്ലാം കഴിഞ്ഞ്. അതെ, അല്ലെങ്കിൽ ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് വരില്ല. ചില ഷൂട്ടൊക്കെ രാത്രിയാ ഷൂട്ട് ചെയ്തേക്കണം. അപ്പൊ ഷൂട്ട് ചെയ്യണ സമയത്ത് അതിൻ്റെ അകത്ത് ഇപ്പം അഭിരാമി മിക്ക ഷോട്ടിലും ഉണ്ടാവും, ഞങ്ങൾക്കൊക്കെ ചില ഷോട്ടിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നൈസായിട്ട് മിണ്ടാണ്ടിരിക്കും. പേടിയുണ്ട് പക്ഷെ മിണ്ടൂല. പറഞ്ഞു കഴിഞ്ഞിട്ട് ആരെങ്കിലും അതുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അഭിരാമി പുറത്തേക്ക് ഇറങ്ങും. എനിക്ക് മാത്രം 7 മണി വരെ പിടിച്ചിട്ടുണ്ട്. പനി വന്നില്ല ഒരു പ്രാവശ്യം. പേടിച്ചിട്ടാണോ? പേടിച്ചിട്ട് പനി ഒരു ദിവസം ഷൂട്ടൊക്കെ നിർത്തി വെച്ചല്ലോ. അല്ല അത് വേറെ അല്ല, അതിന് മുമ്പ് ഒരു ദിവസം പനി പിടിച്ചെന്ന് പറയുന്നത് എന്തോ കണ്ട് പേടിച്ചെന്നാ. ഇതുപോലെ തന്നെ മുമ്പ് പണ്ട് എൻ്റെ ചേട്ടൻ ഇതുപോലെയാണ്. എനിക്കിങ്ങനെ പേടിയുണ്ടെന്ന് അറിയണോണ്ട് ചേട്ടൻ ഞാനിങ്ങനെ നടക്കുമ്പോ സൈഡിൽ കൂടെ വന്ന് പേടിപ്പിച്ചിട്ട് ഇതുപോലെ ഞാൻ ഓടിയിട്ട് തെന്നടിച്ച് വീണിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പണ്ടേ തൊട്ട് ഭയങ്കര പേടിയാണ്. എന്നിട്ട് എങ്ങനെ ഈ ഒരു പ്രേതങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന സിനിമയിൽ അഭിനയിക്കാതെ അടിപൊളിയാണ്. എന്നാലും മൊത്തത്തിൽ പേടിയാണെങ്കിൽ അഭിനയം സെറ്റാണ്. സെറ്റാണ്. ഓക്കെ. അപ്പൊ ഞാൻ മട്ടി മാറുമെന്ന് പറയില്ല.